ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 27 തിയേറ്ററിലെ മലയാള സിനിമയാണ് മസ്തിഷ്ക മരണം. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സിനിമയിൽ രജീഷ വിജയൻ, ദിവ്യപ്രഭ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, ജഗദീഷ്, വിഷ്ണു അഗസ്ത്യ, ശാന്തി ബാലചന്ദ്രൻ, നന്ദു, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 82 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 50-55 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 1,30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലുമാണ്. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരളത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് കോമഡി എന്റർടൈനർ സിനിമയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാധിക ശരത് കുമാർ, സിംഗംപുരി, അരുൾദോസ്, മുനീഷ് കാന്ത്, ബാലശരവണൻ, ജോർജ് മരിയൻ, ഇളവരശു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. കേരളത്തിൽ നിലവിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടില്ല. അതേസമയം തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം തമിഴ്നാട്ടിൽ 2,85 ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കളക്ട് ചെയ്തത് 5,26 ലക്ഷം രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് 8,11 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ നിന്ന് 75 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 11 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 10 ലക്ഷം എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് 9,07 ലക്ഷം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കളക്ട് ചെയ്തത് 4,46 ലക്ഷം രൂപയാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 13,53 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച തമിഴ്നാട്ടിൽ 7-7.5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 15-16 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 22 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് വിത്ത് ലവ്. അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 23 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 34,30 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 3,50 ലക്ഷം ഉൾപ്പെടെ 37,80 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമി, നാനാ പട്ടേക്കർ, അവിനാഷ് തിവാരി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 83,45 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 24,40 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ 16 ദിവസം കൊണ്ട് അങ്ങനെ 107,85 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 125 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് 50,77 ലക്ഷം രൂപയാണ് ലോക ഷെയറായി ലഭിച്ചിട്ടുള്ളത്. സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക സുകുമാരൻ എന്നിങ്ങനെ താരനിരയുമായി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പ്രകമ്പനം. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 30 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 14,56 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 31-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 14,75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 22,60 ലക്ഷം റേഞ്ചിലുമാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശകൾ 1000. ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത്ത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ 7,31 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 24-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 7,42 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,25 ലക്ഷം റേഞ്ചിലാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ തിയേറ്ററിലെത്തിയത് ഫെബ്രുവരി 6-നാണ്. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 23 ദിവസം കൊണ്ട് കേരളത്തിൽ 3,32 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 5 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 24 ദിവസം കൊണ്ട് 3,37 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,25 ലക്ഷം റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.